Hi all, welcome back to DC Vagaman. ഇന്ന് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത് മിസ്റ്റർ തോമസ് ജോൺ ആണ്. നമ്മുടെ MBA 2006 ബാച്ചിലത്തെ അലുമിനി ആണ്. Now he is working as Vice President at SBI New York. Welcome sir. Thank you. സർ, നമ്മളിപ്പം നമ്മുടെ കോളേജിലേക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത്, അപ്പൊ ആ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട്? ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ന്യൂയോർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും ഇവിടെ വരാറുണ്ട്. അപ്പോൾ അന്നൊക്കെ നമുക്കൊരു കണക്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ആശാ മേഡമാണ് കണക്ട് ആയിട്ടുണ്ടോ. നേരത്തെ അതിനു മുമ്പ് മറ്റ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഫാക്കൽറ്റി ഉണ്ട്, പിന്നെ പുറത്ത് പ്രസാദ് ചേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ട് എപ്പോഴും നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അപ്പോൾ വരാറുണ്ട്, പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യാറുണ്ട്. അങ്ങനെ അതിന് ആരും വെൽക്കം ചെയ്യേണ്ടതായിട്ടൊരു ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് അതെ അതെ അതെ. സർ, അതുപോലെ തന്നെ സാറിന്റെ DC-യിലുള്ള എക്സ്പീരിയൻസസ് ആയാലും ആ എക്സ്പീരിയൻസസ് ഒക്കെ തന്നെ സാറിനെ എങ്ങനെയാണ് സാറിന്റെ ലൈഫിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നയിച്ചിട്ടുള്ളതെന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു നമുക്ക്. DC-യിൽ ഞാൻ 2006 ബാച്ച് എന്ന് പറഞ്ഞാൽ ഈ കോളേജ് തുടങ്ങിയിട്ട് 4ാമത്തെ ബാച്ച്. 2002 ഈ കോളേജ് തുടങ്ങുന്നത്. 4ാമത്തെ ബാച്ചാണ്. അപ്പോൾ അത് 100% ഫുള്ളി ഒക്കുപ്പൈഡ് ആയിട്ട് വരുന്ന ആദ്യത്തെ ബാച്ചാണ്. 120 പേരും ഉണ്ട്. ഞങ്ങൾ 120 സ്റ്റുഡൻസ് ആയിരുന്നു. MBA ഉണ്ടായിരുന്നു. അന്ന് PGDM ഇല്ല ഇവിടെ, MBA മാത്രമേ ഉള്ളൂ. അപ്പോൾ വിത്തിൻ 4 ഇയേഴ്സ് തന്നെ ഈ കോളേജ് ഒരു പുറത്ത് നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു കോളേജ് ആയിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ സ്റ്റുഡന്റ് ഓണർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ക്ലബ് ആക്ടിവിറ്റീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഇതിനോട് അട്രാക്ട് ചെയ്തത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബാക്കി പല MBA കോളേജുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതലും ക്ലാസ് റൂം ഓറിയന്റഡ് സ്റ്റഡീസ് ആണ്, കൂടുതൽ അക്കാഡമിക്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. അക്കാഡമിക്സിന് ഒരു സൈഡിൽ പ്രാധാന്യം ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ അന്നൊരു കേസ് സ്റ്റഡി മെത്തേഡ്സ്, അന്ന് ശ്രീകുമാർ സാറിന് അറിയുമോ? നിങ്ങൾ ഇവിടെ വെച്ചിട്ടില്ല. അന്ന് ശ്രീകുമാർ സാറായിരുന്നു ഇവിടെ ഡീന്. സാർ IIM അഹമ്മദാബാദിൽ നിന്ന് വന്നാണ്. അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡ് ഓഫ് ലേണിംഗ്, അതുപോലെ ഇൻഡസ്ട്രി എക്സ്പോഷർ, അങ്ങനെ പല കാര്യങ്ങളും DC-യിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് സബ്സിക്വന്റ്ലി ഈ SOP-യുടെയും ക്ലബിന്റെയും ഒക്കെ ഭാഗമായി അങ്ങനെ എന്താ പറയുക, വളരെ എൻറിച്ചിങ് ആയിട്ടുള്ള 2 ഇയേഴ്സ് ആയിരുന്നു. ഇവിടുന്ന് അന്ന് പ്ലേസ്മെന്റ് നല്ല രീതിയിൽ ഞങ്ങളുടെ ബാച്ച് 100% പ്ലേസ്ഡ് ആയ ബാച്ചാണ്. എനിക്കന്ന് 2 പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. 3ാമത്തെ ഇരിക്കാനായിട്ട് അന്ന് ആശാമ്മയുടെ സമ്മതിച്ചില്ല. 2 കിട്ടിയാലും നിർത്തിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് 2 പ്ലേസ്മെന്റിൽ നിർത്തി. അതിൽ നിന്ന് പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തു. അങ്ങനെ എപ്പോഴും ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനി ടൈം നമുക്ക് ഒരു നല്ല കുറച്ചും മെമ്മറീസ് മാത്രമേ ഇതിനെ പറ്റിയിട്ടുള്ളൂ. മോശം മെമ്മറീസ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുപോലെ നമ്മുടെ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി സ്കോപ്പ് വരുന്ന ഒരു പ്ലേസ് ആണ് DC എന്ന് പറയുന്നത്. അപ്പം സാറിന് കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് DC-യിൽ പഠിച്ചത് കാരണം സാറിന്റെ ലൈഫിൽ ഗുണപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പബ്ലിക് സ്പീക്കിംഗ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് ഒരു സാധാരണ ഒരു റെഗുലർ കോളേജിൽ പഠിച്ച് വന്ന ഒരാളാണ്. ഒരു 3 പേര് ഒരുമിച്ച് നിൽക്കുന്നിടത്ത് സംസാരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അതായത് പബ്ലിക് സ്പീക്കിംഗ് അല്ലാതെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ചേർന്ന് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ, കുറച്ച് പേരെ ഫേസ് ചെയ്ത് അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത്. അത് എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അത് ഇവിടെ വന്നതിന് ശേഷം ഡെവലപ്പ് ചെയ്തതാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഈ SOP പ്രോഗ്രാമും പല ആക്ടിവിറ്റീസിൽ അതിന്റെ ഭാഗമാകുന്ന വഴി അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്വാളിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് പിന്നീട് ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ബെനിഫിറ്റ് കിട്ടിയത് ഇവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ സമയത്ത്, കമ്പനികൾ വരുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ. പല കേസുകളിലും ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ, സെക്കൻഡ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂവിന് ഞങ്ങളന്ന് എറണാകുളം പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലായത്. ഞാൻ അന്ന് കോളേജിൽ നിന്ന് ഒരു ഇന്റർവ്യൂവിന് കൂടി പോയിരുന്നു, 3ാമതൊരു ഇന്റർവ്യൂവിന്. പക്ഷെ അത് കോളേജ് വഴി വന്നതായിരുന്നില്ല. പക്ഷെ കോളേജിൽ നിന്നാണ് റെഫറൻസ് കിട്ടിയത്. കോളേജിൽ നിന്ന് റെഫറൻസ് കിട്ടിയിട്ട് ബാംഗ്ലൂർ വരുന്നു, ENYയിൽ. അവിടെ ഒരു 5 റൗണ്ട്സ് ഓഫ് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ 5ാമത്തെ റൗണ്ടിൽ എനിക്ക് കിട്ടിയില്ല. 5ാമത്തെ റൗണ്ട് വരെ പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പൊ അന്ന് നമുക്ക് ഇവിടെ കിട്ടിയ ആ ഒരു എൻകറേജ്മെന്റും ആ ഒരു ഇതുകൊണ്ടാണ് ശരിക്കും അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് അവിടെ അത് കിട്ടിയില്ലെങ്കിലും പക്ഷെ അന്ന് അവിടെ കിട്ടിയ ആ ഒരു ഇതും പിന്നീട് ഫ്യൂച്ചറിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ പബ്ലിക് സ്പീക്കിംഗ് ആണ് ഞാൻ എപ്പോഴും ഒരു ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയത്. സാർ ഇപ്പം നമ്മുടെ കോളേജിൽ കുറേ ക്ലബ്സ് ഉണ്ട്, പ്രത്യേകിച്ച് MBA കുറേ ക്ലബ്സ് ഉണ്ട്, ക്ലബ് ഡി സ്പോർട്സ് ആയാലും നിഹിക്ക ആയാലും ഒക്കെ. അപ്പം സാറിൻ്റെ ടൈമിൽ ആ ഒരു ക്ലബ് ആണെങ്കിലും ക്ലബ് ആക്ടിവിറ്റീസ് ആണെങ്കിലും എങ്ങനെ ആയിരുന്നു, ആ ഒരു എക്സ്പോഷർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ? ആ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പാർഷ്യാലിറ്റി ആയി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇവിടെ വന്നു കഴിയുന്നത് ഓരോ പുതിയ ബാച്ച് വന്നു കഴിയുമ്പോൾ ക്ലബ്ബുകാർ എന്താ ട്രൈ ചെയ്യുന്നത്, ആ പുതിയ ബാച്ചിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ നോക്കും. DCQC ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ടുള്ള ആൾക്കാരെ പിടിക്കും, കുറച്ച് നല്ലൊരു മാർക്കറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ നേരെ മാക് ക്ലബ്ബ് പിടിക്കും, പിന്നെ കുറച്ച് പേരെ ബാക്കിയുള്ള എല്ലാവരും കൂടി ഇങ്ങനെ അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി ചൂസ് ചെയ്യും. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ഒന്നിനും കിട്ടാതെ വരുന്ന സെലക്ട് ചെയ്യാതെ വരുന്ന ആൾക്കാരെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ഫീലിംഗ് എന്തായിരിക്കും? നമ്മളെ ആരും ചൂസ് ചെയ്തില്ല, അവർക്ക് എന്ത് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക? ഉണ്ടാവില്ലേ? എനിക്ക് ഈ സെയിം പ്രശ്നം ഉണ്ടായി ഇവിടെ വന്നപ്പോ. എല്ലാരും എല്ലാ ക്ലബ്ബുകാരെ എടുത്തു, നമ്മളെയൊന്നും ആരും എടുത്തില്ല. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ നമുക്കൊരു പുതിയ ക്ലബ്ബ് അങ്ങ് തുടങ്ങാം. അങ്ങനെ ഞങ്ങളൊരു ക്ലബ്ബ് തുടങ്ങി. ആ ക്ലബ്ബാണ് ക്ലബ് ഡി സ്പോർട്സ്. അത് നിങ്ങൾ പറയണം അത് പവർഫുൾ ആണോ അല്ലെന്നല്ല. അന്ന് ക്ലബ് ഡി സ്പോർട്സ് തുടങ്ങിയത് നമ്മൾ ഈ ആരും സെലക്ട് ചെയ്യാതെ വന്ന കുറച്ച് പേര് ചേർന്നിട്ട് തുടങ്ങിയ ഒരു ക്ലബ്ബാണ് ക്ലബ് ഡി സ്പോർട്സ്. അന്ന് ആ ക്ലബ്ബ് തുടങ്ങി. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അന്ന് തുടങ്ങി വെച്ച പ്രോഗ്രാംസ് അത് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. കൊളോസിയോ 2006 തുടങ്ങിയതാണ്. ഹോച്ച് പോച്ച് 2006 തുടങ്ങിയതാണ്. അന്ന് പിന്നെ എക്സൽസിയോർ എന്ന് പറഞ്ഞ വേറൊരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു, മാനേജ്മെന്റ് ഗെയിംസിന് വേണ്ടി. അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇത് ബർത്ത്ഡേ ബാഷ് പോലെ ഒക്ടോബർ 26 അന്ന് തുടങ്ങിയതാണ്. അത് ക്ലബ്ബ് ഇപ്പം നടത്തുന്ന പല ആക്ടിവിറ്റീസും അന്ന് തുടങ്ങി വെച്ച കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളതേ ഉള്ളൂ. അതിലേക്ക് പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് പലപ്പോഴും നിങ്ങൾ ഇപ്പൊ ഈ ക്ലബിനോട് ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ നേരത്തേക്ക് ഈ സെലക്ട് ചെയ്യപ്പെടാതിരിക്കുന്ന ആൾക്കാരെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരു മെസ്സേജ് എനിക്ക് പറയാനുണ്ട് ഈ സമയത്ത്. പക്ഷെ അതിൽ നിന്ന് ചിലപ്പം വേറെ നല്ല നല്ല സാധനങ്ങൾ ചിലപ്പോൾ വന്നിരിക്കും. അതുപോലെ നമ്മുടെ കോളേജ് ഇപ്പം 100% പ്ലേസ്മെന്റ് എത്തിയിരിക്കുന്ന ഒരു പ്രൗഡ് മൊമെന്റ് ആണ് DCINS ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അപ്പം സാറിന്റെ പ്ലേസ്മെന്റ് ജേർണി എങ്ങനെയായിരുന്നു? പ്ലേസ്മെന്റ് ജേർണി എനിക്ക് അതിനകത്തൊരു എന്താ പറയുക, എനിക്ക് ആദ്യത്തെ തന്നെ പ്ലേസ്ഡ് ആയ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ടെൻഷൻ അധികം അറിയാൻ പറ്റിയില്ല. കോട്ടക് സെക്യൂരിറ്റീസ് ആദ്യമായിട്ട് ഇവിടെ വന്ന കമ്പനികളിൽ ഒന്നായിരുന്നു. അപ്പോൾ അതിന് അവർക്കൊരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു 2007 ഒക്ടോബർ. അതായത് നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു 6-7 മാസം മുമ്പ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് റൗണ്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു, എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഫൈനലൈസ് ചെയ്തത് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു കമ്പനി കൂടി വന്നായിരുന്നു. എനിക്ക് രണ്ടാമത് കിട്ടിയത് ഇന്ത്യ ബുൾസ് ആയിരുന്നു. രണ്ടെണ്ണം കിട്ടി. അതിനകത്ത് ഞാൻ കോട്ടക് സെക്യൂരിറ്റീസ് ചൂസ് ചെയ്തത്. പക്ഷെ അന്ന് എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്കൊരു ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരന്ന് ബാക്ക് പേപ്പർ ഇല്ലാത്തവരെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ ഒരു ബാക്ക് പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ എക്സാം എഴുതിയിരുന്നില്ല. അതിന്റെ കാരണങ്ങളൊക്കെ വേറെയാണ്. പക്ഷെ എന്നാലും ഞാൻ അന്ന് ഒരു എക്സാം എഴുതായിരുന്നതുകൊണ്ട് എനിക്ക് ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് നല്ലതാന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അന്ന് ആ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അറ്റൻഡ് ചെയ്തിരുന്ന ചിലപ്പോൾ അത് കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസ്മെന്റ് ആ സമയത്ത് ഒരു ആർക്കും തന്നെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റ് പോലും അന്ന് ഉണ്ടായില്ല. ഒരു ഡിസംബറോട് കൂടി എൻ്റെ ബാച്ച് പ്ലേസ്ഡ് ആയി. 2008 പാസ് ഔട്ട് ആകുന്ന ബാച്ച് 2007 ഡിസംബറോട് കൂടി 100% പ്ലേസ്ഡ് ആയി. അത് പക്ഷെ ഒരു മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ മാറിയേനെ. നിങ്ങൾക്കറിയാം 2008 ജാനുവരിയിൽ റിസഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ കമ്പനികളെല്ലാം തന്നെ അവര് അത് സ്റ്റിക്ക് ചെയ്തു. അവര് എടുത്ത ആൾക്കാരെ ഈ റിസഷൻ വന്ന് ജോബ് ലോസ് വരുന്ന ഒരു സാഹചര്യത്തിൽ എടുക്കാതിരുന്നില്ല. എല്ലാവരും തന്നെ അവർ ഹയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ബാച്ച് നന്നായിട്ട് പോകുന്നു.
സാർ അപ്പം നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ്. അപ്പം സാറിൻ്റെ ത്രൂ ഔട്ട് ഡി സിയിലുള്ള ജേർണിയിൽ സാറിനെ എങ്ങനെയാണ് സാറിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും? ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് രണ്ട് പേരെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും തോമസ് വർഗീസ് സാർ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന തോമസ് വർഗീസ് സാറിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഒത്തിരി ഇൻഡസ്ട്രി എക്സ്പോഷർ ഉള്ള ഒരാളായിരുന്നു. കമ്മിൻസിന്റെ DGM ആയിട്ടിരിക്കുകയാണ് പുള്ളി അക്കാഡമിക്സിലേക്ക് തിരിഞ്ഞ് അന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഉള്ള ഫാക്കൽറ്റി ആയിരുന്നു. ഞങ്ങളുടെ കേസ് സ്റ്റഡി സെഷൻസും SOP സെഷൻസിലും എല്ലാം സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിരുന്നു. അതായത് നമ്മളെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കേസ് സ്റ്റഡി സെഷൻ ഇപ്പോൾ നെസ്ലെ കമ്പനീനെ പറ്റിയിട്ടുള്ള കേസ് സ്റ്റഡി സെഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചു. നമുക്ക് ആ കമ്പനീനെ പറ്റിയിട്ട് ഒരു വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ കിട്ടുന്ന അത്രയും കാര്യം സാറിന്റെ മനസ്സിൽ നിന്ന് വരും. പലരും അദ്ദേഹത്തെ വിളിച്ചിരുന്ന വാക്കിംഗ് വിക്കിപീഡിയ ആണ്. അപ്പൊ അത് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തില് പഠിക്കുകയും അവരുടെ കൂട്ടത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ലേൺ ചെയ്യുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. പിന്നെ അന്ന് ശ്രീകുമാർ സാറിനെ നിങ്ങൾ എല്ലാവരും അറിയുമായിരിക്കുമല്ലോ. അന്നത്തെ ഡീനായിരുന്നു ശ്രീകുമാർ സാർ. അപ്പൊ അദ്ദേഹം ഈ കേസ് സ്റ്റഡി മെത്തേഡിന്റെ ഒരു ഗുരു തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഫാക്കൽറ്റി നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ അവരുടെ എല്ലാം അന്നത്തെ കോൺട്രിബ്യൂഷൻസ് ഞങ്ങളെല്ലാം പിന്നീടുള്ള ജേർണിയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഫാക്കൽറ്റി ഒത്തിരി പേരുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി എടുത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ടുപേരുടെ പേര് നിർത്തിയെന്നേ ഉള്ളൂ. Sir, we would also like to know how your life in DC as it being a fully residential campus was. See, fully residential was what you call the crux of this, MBA program in DCSMAT. Because that time, no other college was offering a full-time residential program. Actually, other colleges were offering residential, but it was not mandatory. Here it was mandatory. Even if the student is coming out of Moolammattum or Todupuzha, they have to stay here. So it was 100% residential. So that actually gives you a lot of excitement along with mingling with people and experiencing from them. It is not only adding to your knowledge, but also different types of cultures, mingling with them and dealing with them every day. So that gives you a lot of confidence when you move out of the college. You will be knowing how to deal with people, understand from their behavior. So all those things will be helpful in case of these residential programs. And also we were helpful each other. See, most of the times what happens before the exam days, say if somebody is not able to catch up something, we gather in the hostel room and then we do this group study method and all those things, So that is only possible in case of these residential programs. So DC in that way helped us a lot in improving that team player spirit in us, because since it is a residential program. So we would also like to know what was your most precious memory in DC? Can I tell that right? I think it's Sure, sir. I reserve that right with me. See, DC was always, every moment we enjoyed. We had a lot of fun. We had a lot of, fights. And the friends which I got from DC, even after 18 years, I still carry them with me. We still, go together, hang out together, having fun together and all those things, So I think the friendship which I got from DC, that is something which you will never get from any other college. So I answer, reserve my answer to that point only. Yes. Thank you, sir. It was a pleasure meeting you, Thank you. and all your insights and your experience you have shared is all valuable to us. And we wish you all the best for your future endeavors. Thank you, sir. Thank you.